ഹായ് ഓൾ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഗൂഗിൾ ക്ലാസ് റൂം, എങ്ങനെ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂം ആക്സസ് ചെയ്യാം, എങ്ങനെ കുട്ടികളുമായിട്ട് കണ്ടൻസ് ഷെയർ ചെയ്യാം, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ അത് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഗൂഗിൾ ക്ലാസ് റൂം എന്നുള്ളത് ഗൂഗിളിലെ ഫ്രീ വെബ് സർവീസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ കിട്ടും. ഗൂഗിൾ ക്ലാസ് റൂം ഈസ് എ ഫ്രീ വെബ് സർവീസ് developed by Google for schools that aims to simplify creating, distributing and grading assignments in a paperless way. So ഇതിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ഫയൽ ഷെയറിംഗ് ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഒന്നുകൂടി കൺവീനിയന്റ് ആക്കുക, ഈസി ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അതായത് നമുക്ക് കുട്ടികൾക്കുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഫയൽസ് ആവാം, അത് മേ ബി ക്ലാസ്സസ് ആവാം, അതല്ലെങ്കിൽ അവർക്ക് അസൈൻമെന്റ്സ് കൊടുക്കാം, ടെസ്റ്റുകൾ നടത്താം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്ലാറ്റ്ഫോം വഴി പ്രൊവൈഡ് ചെയ്യും. ഇത് ഫ്രീ ആയിട്ട് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഗൂഗിൾ സർവീസ് ആക്സസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിലേക്ക് കുട്ടികളെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ മൊബൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഗൂഗിൾ ക്ലാസ് റൂം എന്നുള്ള ആപ്പ് ഉണ്ട് അതിനകത്ത്. ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ കാണിച്ചു തരാം എങ്ങനെയാണ് മൊബൈലിൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ലാപ്ടോപ്പിലായതുകൊണ്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, ഏതെങ്കിലും ബ്രൗസർ എടുക്കുക, ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും, ആദ്യം തന്നെ ഗൂഗിൾ ക്ലാസ് റൂം സൈൻ ഇൻ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ആദ്യം തന്നെ വേണ്ടത് നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് വഴിയാണ് നമ്മൾ ഇതിനെ ലിങ്ക് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഒരു ജിമെയിൽ ID ആണ് ആദ്യം തന്നെ എന്ത് ചെയ്യേണ്ടത്, ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി വേണ്ടത്. നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ജിമെയിൽ ID വെച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഗൂഗിൾ ക്ലാസ് റൂമിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ ഓൾറെഡി ഒരു ഇമെയിൽ ID ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്, ജോബ് സെബാസ്റ്റ്യൻ ജോബിൻ എന്നുള്ളത്. പിന്നെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എൻ്റെ ഈ ഒരു ഇമെയിൽ ഐഡിയുമായി ലിങ്ക് ചെയ്തേക്കുന്ന ഗൂഗിൾ അക്കൗണ്ടിലേക്ക് കയറാൻ കഴിയും, ഗൂഗിൾ ക്ലാസ് റൂം അക്കൗണ്ടിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഇപ്പം ഞാൻ ഇതല്ലാണ്ട് വേറൊരു ഇമെയിൽ ID ഉപയോഗിക്കാം, യൂസ് അനദർ അക്കൗണ്ട്. ദെൻ പാസ്വേഡ് എൻ്റർ ചെയ്യാം. ഈ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്ന ഡിഫോൾട്ട് ഗൂഗിൾ ക്ലാസ് റൂമിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ് റൂം അക്കൗണ്ടിലേക്കാണ് നമ്മൾ റീഡയറക്ട് ചെയ്യുന്നത്. അപ്പോൾ റീഡയറക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതിനകത്ത് മുമ്പ് ഗൂഗിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ദിസ് ഇസ് എ ഫ്രഷ് Google Classroom account. So you'll get some descriptions here, what is Google Classroom, then your account will be shown here. Then click the continue button. Okay, then you can see an arrow mark here, create or join your first class. Okay, this is your dashboard. ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണും. ഇതിനകത്ത് ക്ലാസ്സസ്, കലണ്ടർ, സെറ്റിംഗ്സ് അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഇൻ ദ റൈറ്റ് സൈഡ് യു ക്യാൻ സീ യുവർ അക്കൗണ്ട്, ലിങ്ക്ഡ് അക്കൗണ്ട്. ദെൻ ദ ബ്രെഡ് ക്രംബ് ഈസ് ഹിയർ. ദെൻ ഇതിനകത്ത് ബാക്കി ഗൂഗിൾ ആപ്സിന്റെ ഇൻഫർമേഷൻ ആണ്. ഇതിനകത്ത് ഗൂഗിൾ ഈ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തേക്കുന്ന ബാക്കി സർവീസുകളാണ്. ദെൻ ഹിയർ യു ക്യാൻ സീ എ പ്ലസ് സിമ്പിൾ. Click on that plus symbol. Then you have two options inside that plus symbol. One is join a class, another one is create a class. Suppose you want to join a class that is done by someone else, you can click the join button. I'm going to click here join. Then ask your teacher for class code, then enter it. Then every classroom or every class room has got a class code. You can join a class with that class code only. അപ്പോൾ നമുക്ക് ആ ക്ലാസ് കോഡ് നമുക്ക് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും, ആ ക്ലാസ് കോഡ് ഇവിടെ എൻ്റർ ചെയ്താൽ മതി. ക്ലാസ് കോഡ് എൻ്റർ ചെയ്യുന്നതോട് കൂടി ഇവിടെയുള്ള ജോയിൻ ബട്ടൺ ആക്റ്റീവ് ആവും. then you can click the join button. Then
നമ്മൾ ആ ക്ലാസ്സിൽ ജോയിൻ ആവും. ഇനി ഇതല്ലാതൊരു ഓപ്ഷൻ ഉള്ളത് ക്രിയേറ്റ് ക്ലാസ് എന്നാണ്. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അവരുടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ നോട്ടീസൊക്കെ വരും. സോ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ദെൻ നിങ്ങളൊരു ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ട ഒരു ഫോം വരും. അതിനകത്ത് ക്ലാസ് എന്ത് ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ആ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് എൻ്റർ ചെയ്യും. സോ ക്ലാസ് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ് classroom, then section, ഏതാണ് സബ്ജക്റ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ദെൻ റൂം, വാട്ട് ഓവർ, എന്തെങ്കിലും ഒരു കാര്യം അവിടെ, എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ അവിടെ കൊടുത്താൽ ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ്. സേ I'm going to click on, then click the, after filling all these fields, click the create button. Now the class is creating. You can see creating, it shows creating here. That's it. Now your class is created. You can see your class here. Okay. Now you are inside your class. Then you can see the dashboard is updated. You have more options. A stream option is there, the classwork is there, people is there, then mark is there, and these are the different options available with your Google Classroom account. Then you can have multiple classes. നിങ്ങൾക്ക് ഒന്നിലധികം ക്ലാസ് ഇതിനകത്ത് ആഡ് ചെയ്യാം. നേരെ എന്ത് ചെയ്യാം, ഇവിടെയുള്ള മെനുവിൽ വരിക, ക്ലാസ്സസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ബാക്കിലേക്ക് എന്ത് ചെയ്യും, തൊട്ട് മുമ്പുള്ള മെനുവിലേക്ക് പോകും. അവിടെ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ക്രിയേറ്റ് ഓർ ക്ലാസ്. യു ക്യാൻ ഹാവ് അനദർ ക്ലാസ്, ദെൻ ദാറ്റ് ക്ലാസ് വിൽ ലിസ്റ്റ് ഹിയർ. ഈ നേരത്തെ കാണേണ്ട, ഇപ്പൊ നമ്മൾ കാണുന്ന ഗൂഗിൾ ക്ലാസ് റൂം എന്നുള്ള ക്ലാസ്സിന്റെ ഇപ്പുറത്ത് എന്ത് ചെയ്യും, പുതിയ ക്ലാസ് ആഡ് ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് എത്ര ക്ലാസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക്, ഞാൻ ഒരു 5 ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. BCom ആവാം, BBA ആവാം, BCA ആവാം. അപ്പൊ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാം, ഇത്തരം ക്ലാസ് റൂമുകൾ ഇതിനകത്ത് ഉണ്ടാക്കിയിടും. അതിലേക്ക് സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാം. ഓക്കെ. ഇനി എങ്ങനെയാണ് ഒരു ക്ലാസ് റൂമിനകത്ത് നമ്മൾ കണ്ടന്റ് കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം, സ്ട്രീം എന്നൊരു ഓപ്ഷനാണ് ബൈ ഡീഫോൾട്ട് അതിനകത്ത് സെലക്ട് ആയി നിൽക്കും. സ്ട്രീം മീൻസ് സിംപ്ലി യു ക്യാൻ സെൻഡ് മെസ്സേജസ്. നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ കഴിയും. സപ്പോസ് നിങ്ങൾക്ക് ആ ക്ലാസ് റൂമിൽ മൊത്തത്തിൽ എന്തെങ്കിലും കൺവേ ചെയ്യണം, അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രീം എന്നുള്ള വഴിയാണ് നമ്മൾ കൺവേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു മെസ്സേജ് ഒരു ടൈപ്പ്, വെൽക്കം ടു ക്ലാസ് റൂം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, ഇത് ഇവിടെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനിത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ മെസ്സേജ് ഈ ക്ലാസ്സിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, അവരുടെ കറസ്പോണ്ടിങ് ക്ലാസ് റൂം അക്കൗണ്ടിൽ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് ഈ മെസ്സേജ് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, വ്യൂ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നിങ്ങളൊരു ഗൂഗിൾ ക്ലാസ് റൂമിൽ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ് റൂമിൽ വരുന്ന പുതിയ മെസ്സേജുകളെ പറ്റിയുള്ള ഇൻഫർമേഷൻ എപ്പോഴും എന്തായിട്ട് വരും, നിങ്ങൾ മെയിലിൽ ഒരു ഇമെയിൽ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടോ, വന്നിട്ടുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും ക്ലാസ് റൂമിൽ പുതിയൊരു കാര്യം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് അറിയാൻ കഴിയും ക്ലാസ് റൂമിൽ പുതിയതെന്തോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിൾ ക്ലാസ് റൂമിൽ പോയിട്ട് ആ കണ്ടന്റ് എന്താണെന്ന് വ്യൂ ചെയ്യാം. ഇപ്പൊ ഞാൻ സിംപിളി ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആണ് സെൻഡ് ചെയ്തത്. നിങ്ങൾക്ക് അതിനകത്ത് മോർ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ഇതിനകത്ത് നോക്കിയാൽ തന്നെ കാണാം, ഇതിനകത്ത് എനിക്ക് മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും അയക്കണം, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അതല്ല ഒരു പെർട്ടിക്കുലർ സ്റ്റുഡന്റിന്, ഇതിനകത്ത് സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാത്തതുകൊണ്ട്, അവർ മെമ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനകത്ത് എന്ത് വരുന്നത്, എങ്ങനെ ഓൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അതല്ല, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും, മെമ്പേഴ്സ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ സ്റ്റുഡന്റിന് മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സെൻഡ് ചെയ്ത് കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, ഞാനിവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ, ഞാനിവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ഒരു ബോക്സ് ഉണ്ട്, അതിന്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു ജംപ് ക്ലിപ്പിന്റെ ചിത്രം കാണാം, ദാറ്റ് ഈസ് അറ്റാച്ച്മെന്റ്. സോ അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ, ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കിട്ടും.
നിങ്ങൾക്ക് ഫയൽ ഷെയർ ചെയ്യാം, അതായത് അതല്ലെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യാം, ഗൂഗിൾ ഡ്രൈവ് കണ്ടന്റ് ഷെയർ ചെയ്യാം, യൂട്യൂബ് വീഡിയോസ് ഷെയർ ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോസിബിൾ ആണ്. ഈ ഗൂഗിൾ ക്ലാസ് റൂമിന്റെ ഇന്റൻഷൻ എന്ന് തന്നെ പറയുന്നത് തന്നെ എന്താണ്, ഈ ഫയൽ ഷെയറിംഗ് ഈസി ആക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് ഉള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് സപ്പോസ് യു വാണ്ട് ടു ഷെയർ എ ലിങ്ക്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങളോട് ലിങ്ക് എന്താണെന്ന് ചോദിക്കും. നിങ്ങൾക്ക് എവിടെയെങ്കിലും കോപ്പി ചെയ്ത ഒരു ലിങ്ക് ആണെങ്കിൽ എന്ത് ചെയ്യാം, യു ക്യാൻ ഷെയർ ദാറ്റ് ലിങ്ക് ഹിയർ. ദെൻ ആഡ് ലിങ്ക് കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു ഫയലാണ് ഷെയർ ചെയ്യേണ്ടത്. നിങ്ങൾ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഫോണിൽ കിടക്കുന്ന ഒരു ഫയലാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ആ ഫയൽ ഷെയറിംഗ് ഓപ്ഷൻ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫയലിന്റെ ലൊക്കേഷൻ എവിടെയാണ്, ഏത് ഫയലാണ് ഷെയർ ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയും. ഇതിപ്പോൾ ഓപ്പൺ ആയി വരുന്നില്ല, എനിക്ക് ഇന്റർനെറ്റ് സ്പീഡ് കുറച്ച് കുറവായ കൊണ്ടാണെന്ന് തോന്നുന്നു ഇത് ഓപ്പൺ ആയി വരുന്നില്ല. ഇനി അതല്ലാതെ ഒരു ഓപ്ഷൻ ഉള്ളത് യൂട്യൂബ് ആണ്. യൂട്യൂബ് ലിങ്ക് ആണെന്ന് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ സെർച്ച് ചെയ്തെടുക്കാം. അതല്ല, നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് ചാനൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ചാനലിൽ ഒരു പെർട്ടിക്കുലർ വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടതെങ്കിൽ ആ ചാനലിലെ ആ വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. ദെൻ ആഡ് കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതേപോലെയാണ്, വീഡിയോ ക്രിയേറ്റ് ചെയ്യും, ദെൻ ആ വീഡിയോ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഹൗ യു ഷെയർ സംതിങ് വിത്ത് യുവർ സ്റ്റുഡൻറ്. സ്ട്രീം എന്നുള്ള ഓപ്ഷൻ. ഇനി ക്ലാസ് വർക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലാസ് വർക്ക് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അസൈൻ വർക്ക് ടു യുവർ ക്ലാസ് ഹിയർ, ക്രിയേറ്റ് അസൈൻമെന്റ് ആൻഡ് ക്വസ്റ്റ്യൻസ്, യൂസ് ടോപ്പിക്സ് ടു ഓർഗനൈസ് ക്ലാസ് ഇൻ ടു മൊഡ്യൂൾസ് ഓർ യൂണിറ്റ്സ്. ദെൻ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്തരം ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതിനകത്ത് ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ക്വിസ് അസൈൻമെന്റ് ആണ്, ക്വസ്റ്റ്യൻസ്, മെറ്റീരിയൽ, അങ്ങനത്തെ പല ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം എന്താന്നുള്ളത്. ദെൻ പീപ്പിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഡൂയിങ് സം വർക്ക്, ആദ്യം തന്നെ വേണ്ടത് നമ്മൾ ഇതിനകത്ത് സ്റ്റുഡൻസ്, ഏതൊക്കെ സ്റ്റുഡൻസ് ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പീപ്പിൾ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടും. ആരാണ് ടീച്ചർ? സപ്പോസ് യു വാണ്ട് ടു ആഡ് മോർ ടീച്ചേഴ്സ്, യു ക്യാൻ ആഡ് ഇൻവൈറ്റ് ടീച്ചേഴ്സ് ടു ദിസ് ഗൂഗിൾ ക്ലാസ് റൂം. അത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം, ഒരു ചെറിയൊരു ചിത്രം കണ്ടു ഇവിടെ റൈറ്റ് സൈഡിൽ. അതിൽ നിങ്ങൾക്ക് ഒരു പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ടീച്ചേഴ്സിന് ഇൻവൈറ്റ് ചെയ്യാം. ഞാൻ ഇൻവൈറ്റ് ടീച്ചർ ഓപ്ഷൻ എടുത്തു. ഇൻവൈറ്റ് ടീച്ചർ ഓപ്ഷൻ എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ടീച്ചറുടെ നെയിം അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ആണ് ചോദിക്കുക. അത് നിങ്ങൾക്ക് എൻ്റർ ചെയ്തിട്ട് അയക്കാൻ എന്തെങ്കിലും ഇൻവിറ്റേഷൻ അയക്കാം. അയാൾ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അയാൾ ഇതിലേക്ക് എന്ത് ചെയ്യും, ആഡ് ആവും. ഇനി ഇതേപോലെ തന്നെ സ്റ്റുഡൻസ്, ഇൻവൈറ്റ് സ്റ്റുഡന്റ് ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, സ്റ്റുഡൻസിന് നിങ്ങൾക്ക് അവരുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുനിന്ന് ഒരു റിക്വസ്റ്റ് അയക്കാം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് മെയിൽ കിട്ടും. ആ മെയിലിനകത്തുനിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി ഇതല്ലാണ്ട് ഒരു ഓപ്ഷൻ ഉള്ളത്, നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ക്ലാസ് കോഡ് കാണാം. ഈ താഴെ നോക്കുക, ഞാൻ സെലക്ട് ചെയ്ത കാര്യം, ഒരു ക്ലാസ് കോഡ് ഉണ്ട്, JEWEEXPT എന്നുള്ളത്. അതിനകത്ത് ഇതാണ് ക്ലാസ് കോഡ്. നിങ്ങൾക്ക് ഈ ക്ലാസ് കോഡ് ഷെയർ ചെയ്യാം. ഈ ക്ലാസ് കോഡ് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലാസ് കോഡ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, കുട്ടികൾക്ക് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അത് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി ഞാൻ വേറൊരു ഐഡിയിൽ നിന്നും ഇതിലേക്ക് ലോഗിൻ ചെയ്യും. പുതിയ അക്കൗണ്ട് അല്ല, ഓൾറെഡി ഉള്ള അക്കൗണ്ട് തന്നെയാണ്. സൈൻ ഔട്ട് ചെയ്തു. ചിലപ്പോൾ അത് മൊത്തം സൈൻ ഔട്ട് ആയി പോകും. നോക്കട്ടെ. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇമെയിൽ ഐ ഡി ഞാൻ എടുത്തു. ഞാൻ അതിലേക്ക് സൈൻ ഇൻ ചെയ്യാൻ പോകും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഗൂഗിൾ ക്ലാസ് റൂം എടുക്കുക. ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ ഓപ്പൺ ആയിട്ട് ഒരു ക്ലാസ് റൂം ഉണ്ട്. ഇതിനകത്ത് ഇതാണ് നമ്മുടെ ക്ലാസ് റൂം. ക്ലാസിന്റെ പേര് എന്ന് പറയുന്നത്, ക്ലാസിന്റെ പേര് ഗൂഗിൾ ക്ലാസ് റൂം എന്നാണ്. സിമ്പിളി അതിനകത്ത് 0 സ്റ്റുഡൻസ് ആണ്. നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റുഡന്റിനെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. 2-3 രീതിയിൽ ചെയ്യാം. അയാളുടെ പേര് വെച്ചിട്ട്, അതല്ലെങ്കിൽ അയാളുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട്, അതല്ലെങ്കിൽ എക്സ്ക്ലൂസീവായിട്ട് എന്ത് ചെയ്യാൻ കഴിയും,
നിങ്ങൾക്ക് അയാൾക്ക് ക്ലാസ് കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഒരു ബാനർ പിക്ചറിൽ നിങ്ങൾക്കൊരു ക്ലാസ് കോഡ് കാണും. ഇതാണ് ക്ലാസ് കോഡ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബിഗറായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് വലുതായി കാണാം. ദിസ് ഈസ് മൈ ക്ലാസ് കോഡ്. പിന്നെ ഇവിടെ ഞാൻ വേറൊരു ഇമെയിൽ ID ലോഗിൻ ചെയ്തിരുന്നു. അതിനകത്ത് ആ അക്കൗണ്ടിൽ ലിങ്ക് ചെയ്ത ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഞാൻ എൻ്റർ ചെയ്തിട്ട് ദിസ് ഇസ് ക്ലാസ് റൂം. ഗൂഗിൾ ക്ലാസ് റൂമിൽ എൻ്റർ ചെയ്തു. ഇനി ഈ പറഞ്ഞ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ക്രിയേറ്റ് ഓർ ജോയിൻ ക്ലാസ് ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് ജോയിൻ ക്ലാസ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആ കണ്ട കോഡ് ഇവിടെ എൻ്റർ ചെയ്യാം. Then now you can see the join button is activated. You can click join. It is joining. Now you joined the classroom created by Jobin Sebastian. ഇത് നമ്മൾ അപ്പുറത്തുള്ള ഐഡിയിൽ ഉണ്ടാക്കിയ ക്ലാസ് റൂമാണ്. ഇനി നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്ത ആ മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഹായ് ഓൾ, വെൽക്കം ടു ഗൂഗിൾ ക്ലാസ് റൂം ആൻഡ് ദിസ് ഈസ് യു. ഈ പിങ്ക് കളറിൽ കാണുന്ന ഐക്കണിലാണ് ഇപ്പൊ നിങ്ങൾ കയറിയേക്കുന്നത്. അതാണ് നിങ്ങൾ ഇപ്പുറത്തുള്ളത് ആരാണ് പോസ്റ്റ് ചെയ്ത ആളെന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിന് റിപ്ലൈ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇവിടെ റിപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ അവിടെ അപ്പുറത്ത് ഓൾറെഡി ഇത് ക്രിയേറ്റ് ചെയ്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് പീപ്പിൾ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ ക്ലാസ് റൂമിനകത്ത് നേരത്തെ 0 സ്റ്റുഡന്റ് അവിടെ കാണിച്ചിരുന്നു. ഇപ്പൊ ഇതിനകത്ത് 1 സ്റ്റുഡന്റ് എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ആ ക്ലാസ് ഒന്ന് ഞാൻ എക്സ്പാൻഡ് ചെയ്തു. Then click the people button. Now it will show you the list of students who enrolled in this class. Then students എന്നുള്ള ടാബിനകത്ത് you can see learn more. That is my name, that particular email ID. അതുകൊണ്ടാണ് learn more എന്ന് വന്നത്. Then നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ കഴിയും. അയാളുടെ അസൈൻമെന്റ്, കൊടുത്ത കാര്യങ്ങൾ, കൊടുത്ത വർക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇൻഡിവിജ്വലി അസൈൻ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് പോസിബിൾ ആണ്. ഇതൊരു ഫയൽ ഷെയറിങ്ങിന് അപ്പുറത്തേക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ക്ലാസ് വർക്കുകൾ കൊടുക്കാം. കുട്ടികൾ ആരൊക്കെയാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത്, ആക്റ്റീവായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആരൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും. ദെൻ അസൈൻമെന്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് മാർക്സ് അങ്ങനത്തെ കാര്യം ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് സപ്പോസ് നിങ്ങൾക്ക് ഇതിനകത്ത് ടെസ്റ്റ് നടത്തണം, ഈ രീതിയിൽ നിങ്ങൾക്ക് നടത്താം. ക്ലാസ് വർക്ക് കൊടുക്കാം. ക്രിയേറ്റ് ബട്ടൺ എടുത്തു. ദെൻ ഞാൻ അസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകും. അസൈൻമെന്റിന്റെ ടൈറ്റിൽ കൊടുത്തു. ദെൻ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുക്കാം. ദെൻ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഇതിനകത്ത് കൊടുക്കാം. ദെൻ നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഡോക്യുമെന്റ്, സ്ലൈഡ്സ്, ഷീറ്റ്സ്, ഡ്രോയിങ്സ്, ഫോംസ് ഒക്കെ അറ്റാച്ച് ചെയ്യാം. ഐ വാണ്ട് ടു അറ്റാച്ച് എ ഫോം, ഒരു ഫോം, ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്യണം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. നിങ്ങൾക്കൊരു സ്ലൈഡ് അറ്റാച്ച് ചെയ്യണം, ആ കാര്യം ഇവിടെ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതൊന്നുകൂടി എഫക്റ്റീവ് ആണ് ഈ അസൈൻമെന്റുകൾ കൊടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അസൈൻമെന്റ് എൻഗേജ് ചെയ്ത ആളൊക്കെ ആരാണ്, അവരെന്താണ് ഇതിൽ ചെയ്തത്, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ട്രാക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ഗൂഗിൾ ക്ലാസ് റൂമിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. നമ്മൾ ഇതുമായിട്ട് ഒന്ന് ഫെമിലറൈസ് ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട്, ഇപ്പോഴത്തെ അവസ്ഥയിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് ബൈ ഇമെയിൽ ID, അതല്ലെങ്കിൽ ഫോൺ നമ്പർ വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്താണ് ഗൂഗിൾ ക്ലാസ് റൂം, എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ള കാര്യം. ഇനി നമുക്ക് ഇതിൽ ഞാൻ പറയാത്ത കാര്യം, നിങ്ങൾ മൊബൈലിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, എല്ലാവരും ഇപ്പോൾ ലാപ്ടോപ്പ് ഉണ്ടായിക്കോണമെന്നില്ല, മൊബൈലിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാം. അത് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം. മൊബൈലിൽ എങ്ങനെ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂം ആക്സസ് ചെയ്യാന്നുള്ള കാര്യം, അത് ഇതിലും സിമ്പിളാണ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്കതൊരു അടുത്തൊരു സെക്ഷനായിട്ട് നമുക്ക് നോക്കാം. Okay, thank you.